ആർക്ക്? രാവും പകലും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ആത്മീയ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ 2 കാര്യം ഞാൻ പറയാം. ഒന്ന്, വ്യക്തിപരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നത്. 2, ഒറ്റയ്ക്കിരുന്ന് ബൈബിൾ വായിക്കുന്നത്. ഒരു ആത്മീയ ജീവിതത്തിൽ ഏറ്റവും ഡിഫിക്കൽട്ടായ 2 കാര്യങ്ങൾ ഇതാണ്. കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ ഭയങ്കര എളുപ്പമാണ്, കൂട്ടത്തിൽ ആരാധിക്കാൻ എളുപ്പമാണ്, കൺവെൻഷൻ കൂടെ എളുപ്പമാണ്, പ്രസംഗം കേൾക്കാനൊക്കെ എളുപ്പമാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള 2 കാര്യങ്ങളിൽ എനിക്കറിയാവുന്ന 2 പ്രയാസമുള്ള കാര്യം: 1, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക; 2, ഒറ്റയ്ക്കിരുന്ന് ബൈബിൾ വായിക്കുക. കാരണം ഇത് സാധാരണ അറിയാം, ഈ 2 കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ആത്മാവും കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. രാവും പകലും അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും വില കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ, അവൻ്റെ പ്രവൃത്തികൾ സഫലമാകും. അതാണ് വചനം വായിക്കുമ്പോൾ ഉള്ള ഒരു അനുഗ്രഹം. ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ ഒത്തിരി രോഗസൗഖ്യം കിട്ടും. വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രോഗശാന്തി കിട്ടും. ബൈബിളിലൂടെ തന്നെ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗശാന്തി കിട്ടും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് രോഗസൗഖ്യം തരും. സങ്കീർത്തനങ്ങൾ ഇങ്ങനെ വായിച്ചോ.